ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യാൻ വന്നത്. അത് അതാണ് കർത്താവിന് പറയാനുള്ളത്. കർത്താവ് എല്ലാവർക്കും അവരവരുടേതായ ഇഷ്ടമുണ്ട്, സ്വന്തമായ ഇഷ്ടമുണ്ട്. പക്ഷേ എല്ലാവർക്കും ആ സ്വന്തമായ ഇഷ്ടം ചെയ്യുന്നതാണ് ഇഷ്ടവും. അത് കഴിഞ്ഞേ വേറെ ആരുടെ ഇഷ്ടം ചെയ്യത്തുള്ളൂ. എന്നാൽ കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവനുണ്ട്, അത് പിതാവാം ദൈവം. പിതാവാം ദൈവത്തിന് എന്നെക്കുറിച്ച് ഓരോ കാര്യങ്ങളിലും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ ആ ഉള്ള സ്വന്തം ഇഷ്ടം ചെയ്യുന്നതാണ് ഇഷ്ടം. അത് കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരെങ്കിലും പറയുന്നത് അത് ചെയ്യാനുള്ള ഇഷ്ടം. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്. എനിക്ക് ഒരിഷ്ടമുണ്ട്, പക്ഷെ ആ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല വന്നത്. പിതാവാം ദൈവത്തിന് എന്നിൽ കൂടെ ചെയ്യാനായിട്ട് ഒരിഷ്ടമുണ്ട്. ആ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് യേശുക്രിസ്തു പറയുമ്പോ, നമുക്കോ, നമ്മളെ ഈ ലോകത്തിലെ ഈ പ്രത്യേക സാഹചര്യത്തില് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് ഈ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. കർത്താവിന് നമ്മളെ കുറിച്ച് ഒരിഷ്ടമുണ്ട്. അത് പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം നമുക്കതറിയാം. എന്നാൽ പരിശുദ്ധാത്മാവിന് കീഴടങ്ങാതെ വരുമ്പം നമ്മളത് അറിഞ്ഞെന്ന് വരത്തില്ല. അപ്പം പരിശുദ്ധാത്മാവിന് കീഴടങ്ങി നമുക്ക് ജീവിക്കണം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോ പിതാവാം ദൈവം ഞാൻ നടക്കേണ്ട വഴി ഇന്നതാണെന്നുള്ള ഒരു ഇഷ്ടം പിതാവാം ദൈവത്തിനുണ്ട്. അത് പിതാവാം ദൈവം നമ്മളെ കാണിച്ചു തരും. അങ്ങനെ പിതാവാം ദൈവം കാണിച്ചു തരുമ്പോ അത് ചെയ്യാനാണ് എന്നെ വെച്ചിരിക്കുന്നത്, അല്ലാതെ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം ചെയ്യുന്നതാണ് ഏറ്റവും താല്പര്യമുള്ളത്. ഒരു സാഹചര്യത്തില് ഒരു സഹോദരൻ വിചാരിക്കുന്ന പോലെയല്ല വേറൊരു സഹോദരൻ വിചാരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ഈ കാര്യത്തില് ഈ കാര്യത്തില് കർത്താവേ, നിന്റെ ഇഷ്ടം എന്താണ്? എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് സന്തോഷവും സുഖവും ഉള്ളതാണ്. എന്നാൽ പിതാവാം ദൈവത്തിന് ഈ കാര്യത്തിൽ ഒരു ഇഷ്ടമുണ്ട്. അതെന്താണെന്നുള്ളത് ദൈവത്തോട് ചോദിച്ചറിയുകയും വേണം. അല്ലാതെ ദൈവം വിളമ്പി ഇഷ്ടം ഇതുപോലെ ചെയ്യുന്ന അങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആളല്ല. കർത്താവിന്റെ സന്നിധിയിലിരുന്ന് അത് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യേണ്ടതാണ് നമ്മൾ. അത് ചെയ്യാനാണ് നമ്മളെ ഈ ലോകത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമേ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മൾ ജീവിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരാണ്, തന്നിഷ്ടക്കാരാണ്. തന്നിഷ്ടക്കാരായിട്ട് നമുക്ക് ജീവിക്കണോ, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് നമുക്ക് ജീവിക്കണോ? നമുക്ക് പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമുക്ക് ജീവിക്കാം. അതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യം ചെയ്യാനല്ല
നമ്മളെ വിളിച്ച് നമ്മളെ ഈ പ്രത്യേക സാഹചര്യത്തില് പ്രത്യേക സ്ഥലത്ത് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാള് ഓരോ സ്ഥലത്തും ഉണ്ടായിരിക്കണമെന്ന് വലിയ താല്പര്യമുണ്ട്. അതിനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. ഈ കർത്താവിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് വെച്ചിരിക്കുന്നത്, കർത്താവിനെ പ്രതിനിധാനം ചെയ്യാൻ. അത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിലാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നുള്ളത് നമ്മൾ ഓർക്കണം. ഓർത്തിട്ട് അത് നമ്മൾ ചെയ്യണം. അപ്പോൾ മാത്രമേ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നാം തീരത്തുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണോ അതോ നമ്മളുടെ ഇഷ്ടം ചെയ്യുന്നവരാണോ? നമുക്ക് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടം ചെയ്യുന്നതാണ് താല്പര്യം. പക്ഷേ നമ്മൾ കർത്താവിൻ്റെ ഡിസൈപ്പിൾസ് ശിഷ്യന്മാരായിരിക്കുന്നിടത്തോളം കാലം, കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുന്നിടത്തോളം കാലം കർത്താവിനെ കേട്ട് കർത്താവിനെ അനുസരിക്കുന്നവരായിരുന്നു. അങ്ങനെ ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം. ആ കർത്താവ് വിശ്വസ്തനാണ്. നമ്മൾ ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. സാഹചര്യത്തിൽ കൂടെ നമ്മളെ മനസ്സിലാക്കി തരും. നീ ചെയ്യേണ്ടത് ഇന്നതാണ്, ചോദിച്ചാൽ മനസ്സിലാക്കി തരും. പക്ഷെ ഇതിനൊന്നും നമ്മൾ പോകാതെ സ്വന്തം ഇഷ്ടം ചെയ്യുന്നവരായി നമ്മൾ നിൽക്കരുത്. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യത്തോടെ മുന്നോട്ട് പോകാം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്ന ആ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്സാഹിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മള് ഫിലിപ്പിയർ 1:4 വായിക്കുമ്പം ഫിലിപ്പിയർ ഇംഗ്ലീഷിൽ അത് ഫിലിപ്പൻസ് 1:6 ആണ്. നമ്മള് മലയാളത്തിലെ വാക്യം, നിങ്ങൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തിരിച്ചു. നമ്മൾ കേട്ട പോലെ നമ്മളിൽ ദൈവം ഒരു പ്രവൃത്തി യേശുവിനെ ഭൂമിയിൽ അയച്ചപ്പം ദൈവം ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിലൂടെ ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ചോയ്സ് ഉണ്ട്. അപ്പം നമുക്ക് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കണോ അതോ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകണോ, ഓരോ കാര്യങ്ങൾ ചെയ്യണോ എന്നൊരു ചോയ്സ് ഉണ്ട്. നമ്മൾ കേട്ട പോലെ ജീവിതത്തിലെ ഏറ്റവും ഒരു കഠിനമായ ചോദ്യം, ജീവിതത്തിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പല സാഹചര്യങ്ങളിലും കർത്താവിന്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടത്തെ നമ്മൾ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെപ്പറ്റി ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. സന്ദീപ് പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പം നമ്മളെ തെറ്റായ ഒരു തീരുമാനത്തിന്റെ ഫലമായി നമ്മൾ ബുദ്ധികേടായിട്ട് പ്രവർത്തിച്ച ഒരു കാര്യത്തിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എൽഡേഴ്സിനോടോ അല്ലെങ്കിൽ ആരോടും ഒപ്പീനിയൻ എടുക്കാതെ അഡമൻ്റായിട്ട് എടുത്ത പല തീരുമാനത്തിന്റെ ഭാഗമായി നമ്മൾ ചില സിറ്റുവേഷൻസിൽ വന്നു ചേരാം. എന്നാൽ നമ്മൾ അവിടെ എത്തി നിൽക്കുമ്പോഴും ദൈവത്തിന് ആ കാര്യത്തെ ദൈവത്തിന്റെ ഹിതപ്രകാരം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ആ ഒരു പ്രതീക്ഷ എന്നെ എപ്പോഴും സഹായിച്ചിട്ടുണ്ട്. സന്ദീപർ ആ ഒരു കാര്യം പറഞ്ഞ പോലെ ഈ ഒരു നുറുക്കത്തിലാണ് ഈ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളൊരു കാര്യം. കർത്താവേ, അങ്ങനെ കുറിച്ച് എനിക്കുള്ള ഒത്തിരി മനോഹരമായ പ്ലാനുകളുടെ ഇടയിൽ കർത്താവേ, അതിന്റെ അന്തം എന്തായിരിക്കും, അതെങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ബോധ്യവും ഇല്ലാതിരിക്കെ കർത്താവേ, ഞാൻ എന്നെ പൂർണ്ണമായിട്ട് അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈവൻ ദോ ഹൗ ഹാർഡ് ഇറ്റ് ഈസ്. കർത്താവേ, ഇതെത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അതിനോട് എസ് എന്ന് പറഞ്ഞ്
മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മെ സഹായിക്കും. കർത്താവ് പറഞ്ഞത് ആ, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് വന്നിരിക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്. അപ്പം കർത്താവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും, ഒരു ഡിസേബിളായി തീരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും സ്വന്തം ഹിതമല്ല, പിതാവിൻ്റെ ഹിതം ചെയ്യണം. അതിനുവേണ്ടി പറഞ്ഞു കേട്ട കാര്യങ്ങൾ നമുക്ക് സ്വന്തം ഇഷ്ടം വേണ്ട, ലോകത്തിൻ്റെ പ്രൈസോ ക്രിറ്റിസിസോ ഒന്നും വേണ്ട. പിന്നെ ക്രൂശ് മാത്രം മതി. നുറുക്കത്തിലുണ്ടാകുന്ന ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്ന അനുഭവം മതി. ക്രൂശ് മാത്രം, കർത്താവ് മാത്രം മതി. അങ്ങനെ വരുമ്പം ദൈവവചനം നമ്മൾ ആണല്ലോ പിതാവിൻ്റെ ഇഷ്ടം. നമ്മൾ ദൈവവചനം വായിക്കുമ്പോഴാണല്ലോ നമുക്ക് എന്നാന്ന് മനസ്സിലാകുന്നത്. ചെയ്യാനുള്ള ആഗ്രഹം നമുക്ക് വരുന്നപ്പോഴാണല്ലോ ചെയ്യാനുള്ള ശക്തിയും പിതാവ് നമുക്ക് തരും. അപ്പം ദൈവവചനം വായിക്കാനും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടാനായിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഇന്ന് കേൾപ്പിച്ച വചനം യോഹന്നാന്റെ സുവിശേഷം 6:38 വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. For I have come down from heaven, not to do my own will, but the will of him who sent me. ഇത് കർത്താവ് പറഞ്ഞ വാക്യമാണ്. അതിൻ്റെ 40ാമത്തെ വാക്യം, This is the will of him who sent me, that everyone who sees the Son, believes in him, may have everlasting life, that I will raise him at the last day. ദൈവത്തിൻ്റെ ഹിതത്തെ പറ്റിയാണ് 38ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 26:39 ഇങ്ങനെ പറയുന്നു. താൻ ഗെത്സമനി തോട്ടത്തിൽ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചതാണ്, ഇഫ് പോസിബിൾ ദിസ് കപ്പ് മേ പാസ് അവേ, ബട്ട് നോട്ട് അസ് ഐ വിൽ ബട്ട് യു വിൽ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നീ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങയുടെ ഇഷ്ടമെന്ന് ഞാൻ പറയത്തുള്ളൂ. വീട്ടാണ്. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 4:34 പറയും, മൈ ഫുഡ് ഈസ് ടു നോട്ട് ടു ഡു will of him who sent me, but to finish and do his work. ഇത് തൻ്റെ ശിഷ്യന്മാര്, കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ശമരിയ വഴി പോകുന്ന അവസരത്തിൽ അവിടെ വെച്ചു തൻ്റെ ശിഷ്യന്മാർ തനിക്ക് വേണ്ടി ആഹാരം മേടിക്കാൻ പോയ അവസരത്തിൽ, പോയിട്ട് തിരിച്ചു വന്ന അവസരത്തിൽ ശിഷ്യന്മാർ തനിക്ക് ആഹാരം ഓഫർ ചെയ്ത അവസരത്തിൽ കർത്താവ് പറഞ്ഞൊരു വാക്കാണിത്, മൈ ഫുഡ് ഈസ് ടു ഡു ഹിസ് വിൽ. നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്നവരാണ്. ഇത് ഈ ദൈവം ഇഷ്ടം ചെയ്യുന്നതിന് കർത്താവ് പറഞ്ഞു, എൻ്റെ ആഹാരം അതാണ് എന്നാ പറയുന്നത്. പിന്നെ ഇവിടെ കർത്താവിൻ സഹോദരൻ ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഇസ്രയേൽ മക്കള് ജഡ്ജസ് അവരെ ഭരിച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ് പല ജഡ്ജസന്മാർ വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരാളാണ് ശമൂവേൽ. ശമൂവേലിൻ്റെ കാലത്ത് ആണ് അവർക്കും രാജാക്കന്മാർ വേണം എന്ന് പറഞ്ഞത്. ചുമ്മാ ഒന്നും അല്ല അവർ പറഞ്ഞത്. കാരണം ഞാനത് ഈയിടെ ഒന്ന് വായിച്ച അവസരത്തിൽ 8ാമത്തെ അധ്യായം 1 ശമൂവേൽ 8 ഇതിനകത്ത് പറഞ്ഞു, when Samuel was
Samuel was old and he made his sons judge over Israel. The name of the first one was Joel and the second one was Abijah. They were judging Beersheba, but his son did not walk in his way as his ways, not walk in his ways. They turned aside and dishonestly gain, took bribes and perverted justice. ഇതൊക്കെ കൊണ്ടാണ് അതിനകത്ത് പിന്നീട് പറയുന്നു, all the elders of Israel gathered together and came to Samuel at Ramah. He said to them, look, you are old, your son do not walk in your ways. Now make us king, judges like all other nations. ഇതുകൊണ്ടാണ് അവര് രാജാവിനെ ആവശ്യപ്പെട്ടത്. ഇതൊക്കെ നമ്മൾക്ക് പിന്നീട് രാജാവിന്റെ കാര്യത്തെ പറ്റി രാജാവ് എങ്ങനെയാ ബിഹേവ് ചെയ്തെന്നുള്ള പിന്നോട്ടുള്ള 9-ാമത്തെ അധ്യായത്തിലൊക്കെ ശമൂവേലൊക്കെ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിട്ടും അവര് ദേ ഇൻസിസ്റ്റഡ് ടു ഗെറ്റ് എ കിങ്. അവസാനം അതിനങ്ങ് അന്നേരം ദൈവം ശമൂവേൽ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ശമൂവേലിനോട് ദൈവം പറയുന്നത്, ദേ ഡിഡ് നോട്ട്, അവർ എന്നെയാണ് റിജക്റ്റ് ചെയ്തത്, ഞാൻ അവരുടെ രാജാവായിരിക്കും, ദൈവം അവരുടെ രാജാവായിരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. ഏലിയുടെ മക്കളും അങ്ങനെയായിരുന്നു. ഇന്ന് ഇത് ഞാൻ വേറൊരു സംഗതി കൊണ്ടൊന്ന് വായിച്ചിട്ട് ഞാൻ നിർത്തിയേക്കാം. ഇന്ന് ഞാൻ വായിച്ച ഒരു വേദഭാഗമാണ് പ്രോവർബ് 22:11. ഇങ്ങനെ, he who loves purity of heart and has grace of his lips, the king will be his friend. കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതാവ്, അതായത് രാജാവാണ് നമ്മുടെ. കിങ് വിൽ ബി ഹിസ് ഫ്രണ്ട്. ദൈവം എൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിൽ ഞാൻ നടന്നിരിക്കണം. ഇത് വലിയൊരു നല്ലൊരു ഇതിൻ്റെ ഒരു റെഫറൻസും കൂടെ ഞാൻ വായിച്ചിട്ട് 101-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ, My eye shall be on the faithful of the land. ദൈവത്തിൻ്റെ ദൃഷ്ടിയാണ്, that they may dwell with me, he who walks in a perfect way, he shall serve me, he shall serve me, he shall serve me എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ഇത് എനിക്ക് വളരെ സന്തോഷം ഉണ്ടായ ഒരു വാക്യമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് കർത്താവിനെ സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ സഹായിക്കട്ടെ. ദൈവം കേൾപ്പിച്ച വചനങ്ങൾക്ക് നന്ദി പറയുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അനുസരണവും കീഴ്പ്പെടലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം പറയുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പം പ്രശ്നമാണ്. ഇപ്പം ദൈവം എനിക്ക് പറഞ്ഞു തന്നത് വാക്യം, ഞാൻ ആ വാക്യം വായിക്കാം. യോഹന്നാൻ 6:38. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായത്, അനുസരിക്കാൻ മാത്രമല്ല ജീവിതത്തിൽ പ്രാപിതമാക്കുക എന്നതാണ്. കീഴ്പ്പെടുക എന്നത് നമ്മൾ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയരാകുക എന്നതാണ്. യേശു ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ടാണെന്ന് അവൻ്റെ ഇഷ്ടം പറഞ്ഞത്. ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നതല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യാൻ അത്ര സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ദൈവങ്ങളെ വിജയത്തിനായിരുന്നു നന്ദി പറയുന്നു. നമ്മൾ കേട്ടത് യോഹന്നാൻ 6:38. ഞാൻ എൻ്റെ ഇഷ്ടം അല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്ര ചെയ്യാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. ഇവിടെ സ്വന്തം ഇഷ്ടത്തെക്കാൾ
ആ ദൈവം മുൻഗണന കൊടുക്കുന്നത് പിതാവിന്റെ ഇഷ്ടത്തിനാണ് ആദ്യത്തെ ഒരു വാക്യത്തിൽ കാണുന്നത്. അവിടെ മനുഷ്യന്റെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തെക്കാള് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കാൻ നടക്കണം, നമ്മൾ വാശി പിടിക്കുന്ന കാര്യം ഒരു നമ്മുടെ ആഗ്രഹത്തെയാണ്. അവിടെ ആ യേശുവിന് അവിടെ സ്വന്തമായിട്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നിട്ടും അവിടെ പിതാവിന്റെ ഇഷ്ടമാണ്. ആ നമ്മളെ മനുഷ്യന്റെ ഒരു ചിന്തയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ബട്ട് അവിടെ പിതാവ് അല്ല യേശു അവിടെ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നിട്ടും അവിടെ പിതാവിന്റെ ഇഷ്ടമാണ് മോർ ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. ബട്ട് നമ്മളത് പിതാവിന്റെ ഇഷ്ടം അവൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും ചിന്തകളും നമ്മൾ ആഗ്രഹിക്കേണ്ടത് എൻ്റെ ഇഷ്ടം അല്ല എന്നുള്ളത് ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്നതിലാണ് കാരണം. അവിടെ അവിടെ യേശുവിന്റെ ഒരു ക്വാളിറ്റി അതിനകത്ത് കാണിക്കുന്നത് ആ ഒരു അനുസരണത്തിന്റെ മാതൃക അവിടെ കാണുന്നുണ്ട്. നമുക്ക് വെറുതെ ഒരു ഉപദേശം മാത്രമല്ല ദൈവം അവിടെ തരുന്നത്, നമുക്ക് മുമ്പിൽ അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ യേശു ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. അവിടെ ലൂക്കോസ് 22:42 അവിടെ കുശി കിടക്കുമ്പോൾ അല്ല ആ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാനപത്രം എങ്ങനെയെങ്കിലും നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവിടെയും യേശു അവിടെ നോക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, പിതാവിന്റെ ഇഷ്ടമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ കുറിച്ച് നമ്മളെ ഈ വീട്ടിൽ നമ്മളെ ദൈവത്തിന്റെ സന്നിധി വിളിച്ചിട്ടുണ്ട്, അതിനൊരു ദൗത്യമുണ്ട്. യേശുവിനെ ഇങ്ങോട്ട് അയച്ചതും ഒരു ദൗത്യം അത്രയാണ്. അതുപോലെ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഒരു വലിയ പദ്ധതി ഉണ്ട്. നമ്മൾ സ്ഥിരമായിട്ടൊരു ഏത് മീറ്റിംഗ് എടുത്താലും നമ്മളോട് പറയുന്നൊരു കേൾക്കുന്നൊരു കാര്യമാണ്. അവിടെ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കാനല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കാനാണ് നമ്മൾ ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ തന്നെ ക്വസ്റ്റ്യൻ ചെയ്തു, നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം യേശുവിന് വേണ്ടി ജീവിക്കുന്നുണ്ട്, അല്ല നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന കാര്യം കർത്താവെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം മാത്രം നടക്കട്ടെ, അത് നമ്മൾ ആ ഹൃദയത്തോടെ സമർപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് എനിക്ക് മനസ്സിലായത്. ദൈവവിളിച്ചായിരുന്നു നന്ദി പറയുന്നു. എന്നാണെങ്കിൽ നമ്മള് കേട്ടതിന്റെ ആ ഒരു ഇപ്പം ഹംബിളിങ് നമ്മളെ ഹംബിൾ ചെയ്യുന്ന ഒരു കാര്യം അതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പം പലപ്പോഴും ഇപ്പം എന്ത് സിറ്റുവേഷൻ ഇപ്പം നമ്മള് ഇപ്പം ഞാൻ സ്വയം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന നിന്റെ ഹിതം അതായത് നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിക്കാനൊക്കെ ദൈവം എന്നെ സഹായിക്കണേ. അപ്പം അത് കഴിഞ്ഞിട്ടൊരു ചില സമയത്ത് അന്ന് വൈകിട്ട് തന്നെ ചിലപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് അതിനോട് അങ്ങ് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മള് ക്രൈസ്റ്റ് ആ സിറ്റുവേഷനിൽ ചെയ്ത പോലെ അല്ല നമ്മൾ സത്യം പറഞ്ഞാൽ ബിഹേവ് ചെയ്തിരുന്നത്. അപ്പം അത് പലപ്പോഴും ഇപ്പം ചില സമയം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും നമ്മൾ പലപ്പോഴും ഡിസപ്പോയിന്റ് ചെയ്യാനൊരു ഇതുണ്ട്. അപ്പം എന്റെ മനസ്സിലൊരിതെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരു റെവറന്റ് പ്രെയർ ഉണ്ടായിരിക്കണം, കോൺസ്റ്റന്റ് ആയിട്ട് ഒരു പ്രെയർ ഉണ്ടായിരിക്കണം. അതായത് ലൈക്ക് എന്താ എപ്പോഴും, അതായത് നമ്മളിപ്പം നമ്മളിപ്പം ഈ മീറ്റിംഗ് നമ്മൾ ഇതെല്ലാം ഇരുന്ന് കേട്ടിട്ട് നമ്മൾ ചിലപ്പം ഇന്നൊരു ദിവസം മൊത്തം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നമ്മളിത് ഓർക്കുമായിരുന്നു. പക്ഷെ നാളെയോ മറ്റന്നാളോ നമ്മൾ അങ്ങനെ ഇപ്പം ഇതിന്റെ ആ ഒരു ചൂട് കുറയുന്നതനുസരിച്ച് നമ്മൾ ഉറക്കണമെന്നില്ല. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് എപ്പോഴും ആ ഒരു എന്താ നിന്റെ ഹിതം തന്നെ നടക്കണം. സോ അതിനുവേണ്ടി സിറ്റുവേഷൻസ് എല്ലാം ഹംബിൾ ചെയ്യണം. ആ കാര്യത്തിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഒത്തിരി താല്പര്യമുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ കർത്താവിന്റെ ഹിതം നടന്നില്ലെങ്കിലും കർത്താവ് അനുവദിക്കുന്നത് മാത്രം. ഒരു വീഴ്ച പറ്റുമ്പോൾ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഇന്ന് എനിക്ക് മനസ്സിലായത് നമ്മൾ യേശുവിൻ്റെ അടുത്ത് വന്നാൽ അവൻ നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. പിന്നെ
യേശു ഈ ഭൂവിൽ ജീവിച്ചതുപോലെ നമ്മളും ദൈവത്തിന്റെ ഹിതം ചെയ്ത് ജീവിക്കണം.